ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ ഇന്നും കിച്ചണിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ കുറേ സാധനങ്ങൾ ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഇതെന്തോ ഇന്നൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. അപ്പോൾ ഇതെന്താ ഇന്ന് ഉണ്ടാക്കുന്നത്? ഫലാഫലാണ് ഉണ്ടാക്കുന്നത്. ഫലാഫലോ? ഫലാഫൽ ആണോ? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ ഇതൊരു അറബിക് ഡിഷാണെന്ന് കേട്ടോ പറയുന്നത്. എന്താ പേര്? ഫലാഫൽ. ഫലാഫൽ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഇത് എന്താ അവസ്ഥ നോക്കട്ടെ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ നോക്കട്ടെ. ഫലാഫൽ ഉണ്ടാക്കാൻ ഈ കണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണമെന്നാണ് കേട്ടോ പറയണത്. അപ്പൊ വൈറ്റ് കടല ഉണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആവും എന്നൊക്കെയാണ് കേട്ടോ പറയണത്. അപ്പൊ നമ്മുടെ കയ്യിൽ വൈറ്റ് ഇല്ല. അപ്പൊ നമ്മൾ ഇത് എടുത്തു കേട്ടോ, ഈ ഒരു കടല എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് സബോളയാണ് കേട്ടോ. അപ്പൊ സബോള നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം കേട്ടോ. അപ്പൊ അതൊന്ന് കട്ട് ചെയ്തു. പിന്നെ നമുക്ക് പച്ചമുളക് വേണം, പിന്നെ നമുക്ക് ലെമൺ വേണം, പിന്നെ നമുക്ക് മല്ലിയില, പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പും, പിന്നെ അതിലേക്ക് ഗരം മസാലയും, പിന്നെ നമ്മുടെ ഇതിനെന്താ പറയാ, മല്ലി പൊടിക്കാത്ത മല്ലിയും ചെറിയ ജീരകവും ഒക്കെ വേണം കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് വേറെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാന്ന് നോക്കാം. ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കണത്. അപ്പൊ നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ പറയണം കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മുടെ മല്ലിയിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടെ. അപ്പൊ അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പൊ അത് കണ്ടോ, ഈ ഒരു പരുവത്തിലാക്കിട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കടല ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ അത് കടല ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്യണം. അപ്പൊ നമ്മുടെ കടല നമ്മൾ മുന്നേ തന്നെ കുതിർത്താൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കടലയാണ് കേട്ടോ. അപ്പൊ നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ച കടലയായിരുന്നു. നമ്മുടെ കടലയും സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. അപ്പൊ നമ്മുടെ ഗരം മസാല, മുളക് പൊടി, നമ്മുടെ മല്ലി, ജീരകം അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെമണൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഒന്ന് നമുക്ക് അതിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണത്. അപ്പൊ അതങ്ങനെ ഇനി ഒരു ട്രിപ്പും കൂടി ക്രഷ് ചെയ്തെടുക്കട്ടെ. അപ്പൊ നമ്മുടെ ഫലാഫൽ ഉണ്ടാക്കാൻ തുടങ്ങാണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചത് നമ്മളൊന്ന് ബോളാക്കി എടുത്തിട്ട് ഒന്ന് നമ്മളിങ്ങനെ കൈകൊണ്ട് വെച്ച് പരത്തിയിട്ട് അപ്പൊ തന്നെ നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ എണ്ണയിലിട്ട് കൊടുക്കട്ടെ. നമ്മളിങ്ങനെ ഇങ്ങനെ കയ്യിൽ തന്നെ വെച്ചിട്ട് അപ്പപ്പം ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വിള്ളും. അപ്പൊ നമ്മൾ അപ്പപ്പം ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ വേഗം അത് ബോളാക്കി പിന്നെ അതൊന്ന് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്തു. പിന്നെ അത് ഓരോന്നായിട്ട് അങ്ങനെ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ തന്നെ അതൊക്കെ ഇങ്ങനെ പരത്തിയിട്ട് ചുടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെഡി ആവില്ല കേട്ടോ. അപ്പോൾ കൈയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അങ്ങനെ ഓരോന്നാക്കി ഇട്ട് കൊടുത്തു. ഇതിൻ്റെ ടേസ്റ്റും കൂടി ഞാൻ പറയട്ടോ. ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ നോമ്പ് തുറക്കൽ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കട്ടെ. സ്മെല്ലൊക്കെ നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കുമ്പോൾ ഏതാ ടേസ്റ്റ് ലെവലെന്നൊന്നും അറിയില്ല. അപ്പം നമ്മളിനി നോമ്പ് തുറക്കണ ടൈമിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയുന്നതായിരിക്കും കേട്ടോ. എനിക്കിതൊരു പരിപ്പ് വടയുടെ ഒക്കെ ഒരു ഫീലാണ് കേട്ടോ വരുന്നത് കാണുമ്പോൾ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇനിയിപ്പോൾ ഏത് ടേസ്റ്റ് ആണെന്ന് അറിയില്ല കേട്ടോ. ഞാനത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഈ പേര് കേൾക്കുന്നതും കഴിക്കാൻ പോകുന്നതും ഫസ്റ്റ് ടൈം തന്നെയാണ്. എന്നാൽ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോന്നായിട്ട് കോരി എടുക്കട്ടെ. അപ്പോൾ ഗൈസ്, അപ്പം നമ്മുടെ ഫലാഫൽ നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കേട്ടോ. അപ്പം നമ്മുടെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞ് നമുക്കൊന്ന് പിസ്താഷേക്കൊക്കെ ഒന്ന് അടിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ നമ്മുടെ കറിക്ക് ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. പിന്നെ വെള്ളം ഒന്ന് കലക്കണം. അപ്പം അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കഴിഞ്ഞു, ഇന്നത്തെ പണികൾ കഴിഞ്ഞു. ഉമ്മച്ചിയുടെ ഷെയ്ക്ക് എങ്ങനെ ഉണ്ട്? ഇഷ്ടപ്പെട്ടോ? പിസ്താ ഷെയ്ക്ക് സൂപ്പറാ. ഫുള്ളും കുടിച്ചാ? ഇപ്പം എന്താ കഴിക്കണം? അതെങ്ങനെയുണ്ട്? മാമിയുടെ സ്പെഷ്യലാ. എങ്ങനെയുണ്ട് നോക്കിയത്? സൂപ്പറാ. എന്തിൻ്റെ ടേസ്റ്റാ? പരിപ്പ് വടയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടോ?
ഉണ്ടോ? പരിപ്പുവടയാണോ ടേസ്റ്റ്, ഇതാണോ ടേസ്റ്റ്? ഫലാഫല ടേസ്റ്റ് ഗൈസ്. അപ്പം നമ്മുടെ ഫലാഫല ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ എന്ത് ടേസ്റ്റാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പരിപ്പുവടയുടെ ടേസ്റ്റ് ഒന്നല്ല കേട്ടോ, അത് വേറൊരു ടേസ്റ്റ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരാം. ബൈ.